LPP ബാച്ച് തുടങ്ങിയിട്ട് ക്ലാസ് 3 ആണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും പിന്നെ വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട കുണ്ടറ വിളംബരവുമാണ്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാണ്, 2027 വരാൻ പോകുന്ന LPUP പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ബാച്ചാണിത്. ഇതിൻ്റെ 2 ക്ലാസ്സുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ പോരാൻ താല്പര്യമുള്ള ആളുകളാണ്, ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ അതും കൂടെ കയറി കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരെയും ടൈം വളരെ വിലപ്പെട്ടതാണ്. യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം എന്നെ ഒന്ന് ഫോളോ ചെയ്യാം. ഞാനിങ്ങനെ വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യകാല ചെറുപ്പുനിൽപ്പ് സമരങ്ങൾ നടത്തിയ നേതാക്കളായിരുന്നു വേലുത്തമ്പിയും പാലിയത്തച്ഛനും. ഇവരെ അതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇടപെടുകയും അതിനെ തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അവരുടെ പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കലാപം നടത്തിയ നേതാക്കളായിരുന്നു വേലുത്തമ്പിയും പാലിയത്തച്ഛനും. ശ്രദ്ധിക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യകാല ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ നൽകിയ നേതാക്കളായിരുന്നു വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. കാരണം എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടുകയും തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് അവരുടെ എന്ത് നഷ്ടപ്പെട്ടു? പരമാധികാരം നഷ്ടപ്പെട്ടു. ഇതിനെതിരെ കലാപം നടത്തിയ വ്യക്തികളായിരുന്നു അല്ലെങ്കിൽ നേതാക്കളായിരുന്നു വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും. ഇനി തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടങ്ങൾ നടത്തിയത് വേലുത്തമ്പി ദളവയും, കൊച്ചിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടങ്ങൾ നടത്തിയത് പാലിയത്തച്ഛനുമായിരുന്നു. ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തിയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. കൊച്ചിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടങ്ങൾ നടത്തിയത് പാലിയത്തച്ഛൻ. ഇനി വേലുത്തമ്പി ദളവയെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. 1765 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം അല്ലെങ്കിൽ തലക്കുളം എന്ന് പറയും എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത് തലക്കുളത്ത് വീടാണ്. ശ്രദ്ധിക്കുക, 1765 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം അല്ലെങ്കിൽ തലക്കുളം എന്ന സ്ഥലത്ത് ജനിച്ചു. യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ, വീട്ടുപേര് തലക്കുളത്ത് വീട്. ഒന്നും കൂടെ എന്നോടൊപ്പം എല്ലാവരും പറയാം. 1765 കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം അല്ലെങ്കിൽ തലക്കുളത്ത് നിന്ന് നമ്മുടെ വേലുത്തമ്പി ദളവ ജനിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത് തലക്കുളത്ത് വീടാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ. അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായിരുന്ന ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ 1802 തിരുവിതാംകൂറിലെ ദിവാനായി. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായിരുന്ന ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വേലുത്തമ്പി ദളവ. ഏത് വർഷമാണ് തിരുവിതാംകൂറിലെ ദിവാനായി മാറിയത് വേലുത്തമ്പി ദളവ? 1802. ഇനി അങ്ങനെ ദിവാനായതിനു ശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു, നടപ്പിലാക്കിയിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. ഹജൂർ കച്ചേരി എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. പിന്നെ തിരുവിതാംകൂറില് സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ കൃഷിയോഗ്യമാക്കി. ശ്രദ്ധിക്കുക, അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായിരുന്ന ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. 1802 വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനായി. ദിവാനായ ശേഷം നടപ്പിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ്: കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, അതേപോലെ തന്നെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ കൃഷിയോഗ്യമാക്കി മാറ്റി. ഈ ഒരു സമയത്ത് ഇങ്ങനെ 1802 അദ്ദേഹം ദിവാനായി മാറിയത്. അങ്ങനെ 1804 അദ്ദേഹത്തിനെതിരെ ഒരു ലഹള പുറപ്പെട്ടു. ആ ലഹള ഏതെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ പട്ടാള ലഹള. അപ്പോൾ 1804 തിരുവിതാംകൂർ പട്ടാള ലഹള നടക്കുന്നത്. ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവയ്ക്കെതിരെ. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്ക് നോക്കാം. എന്താണ്? തിരുവിതാംകൂറിലെ നായർ ബ്രിഗേഡിന്റെ അലവൻസ് കുറയ്ക്കാൻ ആര് തീരുമാനമെടുത്തു? വേലുത്തമ്പി ദളവ തീരുമാനമെടുത്തു. സ്വാഭാവികമായിട്ടും അലവൻസ് കുറയ്ക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടായിരിക്കുമല്ലേ.
അതുപോലെ തന്നെയാണ് അലവൻസ് കുറച്ചതിനെതിരെ വേലുത്തമ്പിക്ക് എതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള. 1804 തിരുവിതാംകൂർ പട്ടാള ലഹള നടക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ പറയാം, എന്നോടൊപ്പം ഓർത്ത് പറയാ. അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായിരുന്ന ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. എന്നാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ദിവാനായത്? 1802. ദിവാനായതിനു ശേഷം നടപ്പിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കൊല്ലത്തെ ഹജൂർ കച്ചേരി സ്ഥാപിച്ചു, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു, അതേപോലെ തന്നെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ കൃഷിയോഗ്യമാക്കി മാറ്റി. വേലുത്തമ്പി ദളവയ്ക്കെതിരെ നടന്നിരുന്ന ലഹള എന്തായിരുന്നു? തിരുവിതാംകൂർ പട്ടാള ലഹള. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1804. 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ കേണൽ മെക്കാളെ. 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡന്റായി നിയമിതനായത് ആരെന്ന് ചോദിച്ചാൽ കേണൽ മെക്കാളെ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 1805. ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നെന്ന് ചോദിച്ചാൽ 1805. 1800 ആയിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷ് റെസിഡന്റായി ആര് ചുമതലയേറ്റത്? കേണൽ മെക്കാളെ. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നായിരുന്നു 1805. വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കേണൽ മെക്കാളെ. ശ്രദ്ധിക്കുക, വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആണ് കേണൽ മെക്കാളെ. ഇനി എന്ത് കൽപ്പനയാണ് റദ്ദാക്കിയെന്ന് ചോദിച്ചാൽ, രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്യു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാനുള്ള കൽപ്പനയായിരുന്നു ആര് റദ്ദാക്കിയത്? കേണൽ മെക്കാളെ റദ്ദാക്കിയത്. എന്തായിരുന്നു കാരണം? രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്യു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടുന്നതിനുള്ള കൽപ്പനയായിരുന്നു നമ്മുടെ ആര് റദ്ദാക്കിയത്? കേണൽ മെക്കാളെ റദ്ദാക്കിയത്. ഇനി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ച വ്യക്തിയായിരുന്നു പാലിയത്തച്ഛൻ. അവർ രണ്ടുപേരും കൂടി മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുമായും അതുപോലെ തന്നെ കോഴിക്കോട്ടെ സാമൂതിരിയുമായും രഹസ്യ ആശയവിനിമയം നടത്തിയിരുന്നു. അങ്ങനെ പാലിയത്തച്ഛന്റെയും വേലുത്തമ്പിയുടെയും സംയുക്ത സൈന്യം 1808 മെക്കാളയുടെ ഭവനം ആക്രമിച്ചു. പക്ഷേ മെക്കാള അവിടെ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് നമ്മുടെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർ ആക്രമിച്ചതോടുകൂടി ആരുമായിട്ടുള്ള സഖ്യം പാലിയത്തച്ഛൻ വിട്ടു? വേലുത്തമ്പിയുമായിട്ടുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു. ശ്രദ്ധിച്ചു കേൾക്കുക. വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കേണൽ മെക്കാളെ. ആ റദ്ദ് ചെയ്ത കൽപ്പന എന്തായിരുന്നു? മാത്യു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടുന്നതിനുള്ള കൽപ്പന. രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്യു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടുന്നതിനുള്ള കൽപ്പനയായിരുന്നു റദ്ദാക്കിയത്. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ച വ്യക്തിയായിരുന്നു പാലിയത്തച്ഛൻ. അവർ രണ്ടുപേരും കൂടി കോഴിക്കോട്ടെ സാമൂതിരിയുമായും അതുപോലെ തന്നെ മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുമായും രഹസ്യ ആശയവിനിമയം നടത്തിയിരുന്നു. 1808 പാലിയത്തച്ഛന്റെയും വേലുത്തമ്പിയുടെയും സംയുക്ത സൈന്യം കേണൽ മെക്കാളയുടെ ഭവനം ആക്രമിച്ചു. എന്നാണ് കേണൽ മെക്കാളയുടെ ഭവനം ആക്രമിച്ചത്? 1808. പക്ഷേ കേണൽ മെക്കാള അവിടെ നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് ബ്രിട്ടീഷുകാർ കൊച്ചിയിൽ ആക്രമണം നടത്തി. ഇതിനെ തുടർന്ന് നമ്മുടെ പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു. വേലുത്തമ്പി ദളവ ജീവത്യാഗം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത് എന്നെന്ന് ചോദിച്ചാൽ 1809. ആത്മഹത്യ ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. അപ്പോൾ വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം 1809, സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ടയാണ്. ഇനി വേലുത്തമ്പി ദളവയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പിയാണ്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809, ചെയ്ത സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച നമ്മുടെ തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ഉമ്മിണിത്തമ്പി. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണൻമൂല, തിരുവനന്തപുരം. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809, സ്ഥലം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു?
ആരായിരുന്നു? ഉമ്മിണി തൻവി. ഇനി അദ്ദേഹത്തിന്റെ മൃതശരീരം എവിടെയാണ് ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത്? എവിടെയായിരുന്നു? എല്ലാവരും ഒന്ന് ഓർത്തേ, എവിടെയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനാധിപനാണ് കേണൽ ലീഗർ. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയായിരുന്നു? കണ്ണൻമൂല, തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയത് എവിടെയായിരുന്നു? കണ്ണൻമൂല, തിരുവനന്തപുരം. ഇനി വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടി. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മണ്ണടി. വേലുത്തമ്പി ദളവയുടെ പേര് സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ധനുവച്ചപുരം. വേലുത്തമ്പി ദളവയുടെ പേര് സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ധനുവച്ചപുരം. കോളേജിന്റെ പേരാണ് VTM NSS കോളേജ്. VTM NSS കോളേജ്, തിരുവനന്തപുരം. ശ്രദ്ധിക്കുക, VTM NSS കോളേജ്, തിരുവനന്തപുരം. ഇനി നമ്മുടെ വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏതെന്ന് ചോദിച്ചാൽ നേപ്പിയർ മ്യൂസിയം. എവിടെയാണത്? തിരുവനന്തപുരം. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം ഏത് മ്യൂസിയമാണ്? നേപ്പിയർ മ്യൂസിയം. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തിരുവനന്തപുരം. അപ്പോൾ വേലുത്തമ്പി ദളവയുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുണ്ടറ വിളംബരം. അദ്ദേഹം പുറപ്പെടുവിച്ച വിളംബരമാണ് കുണ്ടറ വിളംബരം. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോവാം. കുണ്ടറ വിളംബരം ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത്? നമുക്ക് എല്ലാവർക്കും അറിയാം, വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വേലുത്തമ്പി ദളവ. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1809 ജനുവരി മാസം 11-ാം തീയതിയാണ്. ഇത് ചോദിക്കും കേട്ടോ, ഒരുപാട് വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ശ്രദ്ധിക്കുക, കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയത് എന്നെന്ന് ചോദിച്ചാൽ 1809 ജനുവരി 11. കുണ്ടറ വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തത്. ഏത് വിളംബരത്തിലൂടെയാണ് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തത്? കുണ്ടറ വിളംബരം. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുണ്ടറ വിളംബരമാണ്. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം. ശ്രദ്ധിക്കുക, കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. എന്നായിരുന്നു? 1809 ജനുവരി മാസം 11. ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്ന രേഖയാണ് കുണ്ടറ വിളംബരം. ഏത് വിളംബരത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന്റെ ആഹ്വാനം നടന്നത്? കുണ്ടറ വിളംബരത്തിലൂടെ. ആരാണ് ചെയ്തത്? വേലുത്തമ്പി ദളവ. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്ക് ഊന്നൽ നൽകിയ വിളംബരം എന്ന് ചോദിച്ചാൽ കുണ്ടറ വിളംബരം. സാധാരണ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്ക് ഊന്നൽ നൽകിയ വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം സാക്ഷ്യം വഹിച്ച ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ച പ്രധാന ആശയം എന്തെന്ന് ചോദിച്ചാൽ യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്നത്. എന്തായിരുന്നു? യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരിയായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയമായിരുന്നു ആര് മുന്നോട്ട് വെച്ചത്? കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ചത്. കുണ്ടറ വിളംബര സമയത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കേണൽ മെക്കാളെ. ശ്രദ്ധിക്കുക, കുണ്ടറ വിളംബര സമയത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ കേണൽ മെക്കാളെ. കുണ്ടറ വിളംബാനന്തരം നടന്ന ഒരു യുദ്ധമുണ്ട്. ഏത് യുദ്ധമാണെന്ന് അറിയാമോ? കൊല്ലം യുദ്ധം. കുണ്ടറ വിളംബാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. വർഷമായി 1809 മാസം ജനുവരി 15. അപ്പോൾ കുണ്ടറ വിളംബാനന്തരം നടന്ന യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം യുദ്ധമാണ്. ഏത് വർഷമാണ്? 1809 മാസം ജനുവരി 15. അപ്പോൾ ഇതുവരെയുള്ളൂ നമ്മളിപ്പോൾ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും പിന്നെ വേലുത്തമ്പി ദളവ പുറപ്പെടുവിച്ച പ്രധാന വിളംബരമായ കുണ്ടറ വിളംബരത്തെയും കുറിച്ചും ചർച്ച ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ഒരു ചെറിയ പോർഷനും കൂടെ ഉള്ളൂ ഈ ഒരു ടോപ്പിക്ക് അറിയാൻ. അതൊരു കുറിച്യർ കലാപമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും എല്ലാവരും നല്ലതുപോലെ പഠിക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം സ്വന്തമായിട്ട് വേണം നിങ്ങളുടെ നോട്ട് തയ്യാറാക്കാൻ. എപ്പോഴും പറയുന്ന പോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നമസ്കാരം. പിന്നെ ഇതിൻ്റെ നോട്ട്സ് ഇതിൻ്റെ ലാസ്റ്റ് കാണും കേട്ടോ. അതും കൂടെ കണ്ട് നിങ്ങൾ ജസ്റ്റ് കറക്ഷൻ നോട്ടായിട്ട് മാത്രമേ കാണാവൂ. അതല്ലാതെ നോട്ട് അതേപടി എഴുതിയെടുക്കരുത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.